എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കേശവ് ചന്ദ്രസൻ, ഓപ്ഷൻ ബി ദേവേന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ആരാണ് ആൻസർ? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് എന്ത്? ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമുണ്ട്, അതാണ് സംവാദ് കൗമുദി. ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി. ഏത് ഭാഷയിലാണ് ഈ സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ബംഗാളി ഭാഷയില്. ഏത് ഭാഷയിലാണ്? ബംഗാളി പരിഭാഷയില്. ബ്രഹ്മസമാജത്തിന്റെ ആദ്യകാല പേരെന്താണ്? ബ്രഹ്മസഭ. ബ്രഹ്മസമാജത്തിന്റെ ആദ്യകാല പേരെന്താണ്? ബ്രഹ്മസഭ. അപ്പൊ ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ ബി മാർഗനിർദ്ദേശ തത്വങ്ങൾ, ഓപ്ഷൻ സി ആമുഖം, ഓപ്ഷൻ ഡി മൗലിക കടമകൾ. ആൻസർ ഓപ്ഷൻ സി ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? KM മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? KM മുൻഷി. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഏണസ്റ്റ് ബാർക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഏണസ്റ്റ് ബാർക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? NA പൽക്കിവാല. NA പൽക്കിവാല. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? ഇവയിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻ എ അഡിനിൻ, ഓപ്ഷൻ ബി തൈമിൻ, ഓപ്ഷൻ സി ഗ്വാനിൻ, ഓപ്ഷൻ ഡി യുറാസിൽ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി യുറാസിൽ. അപ്പൊ യുറാസിലാണ് DNA കാണപ്പെടാത്തത്. അപ്പൊ DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, പിന്നെ ഒന്നുകൂടെ ഉണ്ട് സൈറ്റോസിൻ. അപ്പൊ DNA നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആര്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ബി പരമേശ്വരൻ പിള്ള, ഓപ്ഷൻ സി TP രാമകൃഷ്ണ പിള്ള, ഓപ്ഷൻ ഡി K പരമപിള്ള. ആൻസർ ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. അപ്പം NSSന്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അത് K കേളപ്പനാണ്. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പൻ. NSS എന്ന രൂപീകൃതമായത് 1914 ഒക്ടോബർ 31. 1914 ഒക്ടോബർ 31 രൂപീകൃതമാകുന്നത്. ആസ്ഥാനം എവിടെയാണ്? പെരുന്ന. ആസ്ഥാനം എവിടെയാണ്? പെരുന്ന. ആദ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നായർ വൃത്തിജന സംഘം. ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്താണ്? നായർ വൃത്തിജന സംഘം. അപ്പൊ NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റിനെ പഠിച്ചു വെച്ചോ, K കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഓപ്ഷൻ എ K മാധവൻ നായർ, ഓപ്ഷൻ ബി KP കേശവമേനോൻ, ഓപ്ഷൻ സി ശങ്കരൻ നായർ, ഓപ്ഷൻ ഡി K കേളപ്പൻ. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, C ശങ്കരൻ നായർ ആണ്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി C ശങ്കരൻ നായർ ആണ്. ഏത് വർഷം? 1897 അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷനായത്. ഏത് സമ്മേളനത്തിലാണെന്ന് വെച്ചാൽ 1897 അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു C ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ടുവരുന്ന സംഭവം ഏത്? ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ സി ഈഴവ മെമ്മോറിയൽ, ഓപ്ഷൻ ഡി യാചന യാത്ര. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഉന്നത ജോലികൾ തദ്ദേശീയർക്കു നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം. ഉന്നത ജോലികൾ തദ്ദേശീയർക്കു നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം.
മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ് എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിനാണ്. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ള. അടുത്ത ക്വസ്റ്റ്യനെ, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്. ഓപ്ഷൻ ബി മാഗ്നറ്റൈറ്റ്, കലാമിൻ. ഓപ്ഷൻ സി സിങ്ക് ബ്ലെൻഡ്, ബോക്സൈറ്റ്. ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഏതാണ് ഇരുമ്പിന്റെ അയിരുകൾ? ആൻസർ ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അപ്പൊ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിന്റെ അയിരുകൾ. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ വസ്തുവിന്റെ ഭാരം കൂടുന്നു. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ വസ്തുവിന്റെ ഭാരം കൂടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ 73-ാം ഭേദഗതി. ഓപ്ഷൻ ബി 70-ാം ഭേദഗതി. ഓപ്ഷൻ സി 71-ാം ഭേദഗതി. ഓപ്ഷൻ ഡി 76-ാം ഭേദഗതി. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 73-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 73-ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. തുടർന്നും ഇതുപോലുള്ള ക്ലാസുകൾ ലഭിക്കാൻ വേണ്ടി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്